വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, ബിലീവ് ഇൻ പ്യൂരിറ്റി, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. വികസന കാര്യത്തിൽ മങ്കട പിന്നോട്ടാണ്. പിന്നോട്ടടിക്കുന്നതിൻ്റെ കാരണം മങ്കട MLA ആണ്. MLA ഇക്കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അദ്ദേഹം ഇടയ്ക്ക് റീലെടുത്ത് വിടുന്നു. അതുകൂടാതെ ചെറിയ കടലാസ് വഞ്ചി ഇറക്കി കളിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പ്രധാനമായിട്ടും വലിയൊരു പ്രതിഷേധം ഇങ്ങോട്ട് നടത്തിയത്. അപ്പോൾ ശരിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ മങ്കട പിന്നോട്ടാണോ? ഈ പ്രതിഷേധക്കാരൊന്നും ഉള്ളിൽ തട്ടിയിട്ടല്ല ആ പ്രതിഷേധം നടത്തിയത്. കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് മനമെല്ലാ മനസ്സോടെ വന്നതാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള 7 പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും വികസനം എത്താത്ത ഒരു വാർഡും MLA ഫണ്ടില്ലാത്ത ഒരു വാർഡില്ല. അത്രക്കധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 430 കോടി രൂപയുടെ മുകളിലാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നടത്തിയത്. എത്ര? 4 വർഷം കൊണ്ട് 430 കോടി രൂപ. മനസ്സിലായില്ലേ? അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടുതലുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലേ. സംസ്ഥാന സർക്കാർ എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് തരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ കവർ ചെയ്യാൻ വേണ്ടി കുറേ അധികം ആൾക്കാർ ഇങ്ങനെ പോയി ചോദിക്കാൻ ഇവിടെ സമരം നടത്തുക എന്നുള്ളൊരു ശരിക്കും ഒരു തമാശയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. 3 പ്രാവശ്യമാണ് അവരുടെ നേതാക്കന്മാർ, ചെറിയ നേതാക്കന്മാരല്ല, പാലോളി മുഹമ്മദ് കുട്ടി, ശ്രീരാമകൃഷ്ണൻ, ശശികുമാർ, ഈ ആൾക്കാരൊക്കെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 3 പ്രാവശ്യമാണ് മങ്കട നമ്മുടെ ഈ പാലത്തിൻ്റെ മങ്കട പെരിന്തൽമണ്ണ കൂടിയിട്ടുള്ള ഓടോടും പാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ കാര്യവുമായിട്ട് അവിടെ പോയിട്ടല്ലേ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ അവർക്ക് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ MLA പറയാന്നുള്ളത് ഒരു ഇതാണ്. ജനങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ഷനാണ് വരുന്നത്, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അസൂയയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, കള്ളത്തരമല്ല. പിന്നെ ഈ MLA ഓഫീസുകളിലേക്ക് പിന്നെ മാർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, മണ്ണാർക്കാട് MLA, പെരിന്തൽമണ്ണ MLA, മങ്കട MLA, കൊണ്ടോട്ടി MLA, ഇനി മറ്റുള്ള MLA അടുത്തേക്ക് ഇങ്ങനെ വരാൻ പോവുക. അപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതേപോലുള്ള ഒരു ഇതുണ്ടെന്നുള്ള പാർട്ടി നിർബന്ധമാണ്, പാർട്ടിയുടെ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ മനമെല്ലാ മനസ്സോടെയാണ് ഇതിൽ മിക്കവാറും ആൾക്കാരൊക്കെ വന്നതെന്നുള്ളതാണ് സത്യം. ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് MLA ഇപ്പോൾ റോഡിലെ കുഴിയിലെ വെള്ളത്തിലെ കടലാസ് വഞ്ചി ഇറക്കി ആളുകളെ. അതാണ് ഞാൻ പറഞ്ഞത്. കടലാസ് വഞ്ചി ഇറക്കിയിട്ടുണ്ടെങ്കിൽ സത്യമാണ്. അതിൻ്റെ പിറ്റേന്ന് ഫണ്ട് പാസ്സായല്ലോ. 98 ലക്ഷം ഉറുപ്പിക മങ്കട ആനക്കയം റോഡിന് മെയിൻ്റനൻസിന് പാസ്സായത്. അല്ലേ ഇവിടുന്ന് കിട്ടി. അപ്പോൾ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമുണ്ട്. കൽപ്പിച്ചൂട്ടി തരാതിരിക്കുന്നത് തന്നെയാണിത്. അത് ഞങ്ങൾ ചോദിച്ച് വാങ്ങുക തന്നെ ചെയ്യും. അല്ല, ഈ ചോദ്യങ്ങൾ ഒരുപാട് കാലമായിട്ട് MLA എന്ന നിലക്ക് താങ്കൾ ചോദിക്കുന്നുണ്ട്. നിയമസഭയിൽ സബ്മിഷനിലൂടെ ചോദിക്കുന്നുണ്ട്. മന്ത്രിയെ കാണുന്നു, മന്ത്രിമാരെ കാണുന്നു. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് കിട്ടുന്നതിൽ കാലതാമസം വരുന്നത്? അത് അവരുടെ ഫണ്ട് ഖജനാവ് കൊള്ളടിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ. എവിടെ ഖജനാവിൽ പിന്നെ എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് വാരിക്കൊണ്ടുപോകാം. ഞാൻ ഇപ്പോൾ മിഞ്ഞാന്ന് വരെ മന്ത്രിയെ കണ്ട് സംസാരിച്ചാൽ ഇതിൻ്റെ കാര്യം. മന്ത്രി പറഞ്ഞത് നമുക്ക് അടുത്ത അസംബ്ലിയിൽ ഒരു മീറ്റിംഗ് പിന്നെ വിളിക്കാം. നമ്മൾ ഓരോടം പാലം ബൈപ്പാസിനെ പറ്റി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കാര്യമുണ്ട്. മന്ത്രി പണം പണം തരണം എന്നാണ് പറഞ്ഞത്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞല്ലോ. അതാണ് പിന്നെ അതിങ്ങനെ നടക്കാന്നല്ലാതെ ഒരു സംശയം വേണ്ട. അടുത്ത പ്രാവശ്യം ഇവിടെ ഗവൺമെൻറ് UDF തന്നെയാണ്. UDF ഉടനെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തി മങ്കട പെരിന്തൽമണ്ണ മണ്ഡലം ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തി ഈ ബൈപ്പാസായി. ഇപ്പോൾ ഈ LDF നടത്തുന്ന ഈ സമരങ്ങളൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ അവരെ ഒരു വഴിപാട് മാത്രമാണ് അതെല്ലാം. അങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? പിന്നെ അതിലെന്താ സംശയം?